ഹായ് ഫ്രണ്ട്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അപ്രോച്ച് ചെയ്യാനുള്ള കുറച്ച് സ്ട്രാറ്റജീസുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. സോ, ഒരു സയൻസ് അല്ലെങ്കിൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു സ്റ്റുഡന്റിന് ബാങ്ക് എക്സാം പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊരു സെക്ഷൻ സ്വല്പം ടഫായി തോന്നാറുണ്ട് അല്ലേ? സോ അത്തരം സ്റ്റുഡൻസ് അവർക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ്, എങ്ങനെയാണ് ക്വാണ്ട് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, എനിക്ക് എങ്ങനെയാണ് നല്ല സ്കോർ ഇംഗ്ലീഷിലും റീസണിങ്ങിലും കിട്ടുന്ന പോലെ ഒരു നല്ല സ്കോർ, അല്ലെങ്കിൽ മറ്റ് സ്റ്റുഡൻസിന് കിട്ടുന്ന പോലെ ഒരു നല്ല സ്കോർ എനിക്ക് എങ്ങനെയാണ് ക്വാണ്ടിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഡൗട്ടുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണ് ഇത്. സോ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നിങ്ങൾ ഒരു സിലബസ് എടുത്ത് അതിൽ ടോപ്പിക് വൈസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്തു വെക്കേണ്ട ചില ബേസിക് കാര്യങ്ങളുണ്ട്. അത്തരം ബേസിക് കാര്യങ്ങളിൽ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ടേബിൾസ് ഓഫ് 1 to 25. നമുക്കറിയാം, നമ്മുടെ യങ്ങർ ഏജിലുള്ള ടൈമില് നമ്മൾ സ്കൂളുകളിൽ ടേബിൾസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ 10ന് മുകളിൽ അല്ലെങ്കിൽ ഒരു 15ന് മുകളിലുള്ള ടേബിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും സ്റ്റുഡൻസിന് അറിയില്ല. സോ അതെന്തായാലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾ ഡെയിലി പഠിക്കാനിരിക്കുന്ന ടേബിൾ അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ബുക്കിൽ ഈ ഒരു ടേബിൾസ് നിങ്ങൾ ഒന്ന് അട്രാക്റ്റീവ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് എഴുതി വെക്കുക. ദെൻ ഡെയിലി പഠിക്കാനിരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഒരു 5 മിനിറ്റ് പോട്ടെ, ഒരു 10 മിനിറ്റ് നമുക്ക് ടേബിൾ ഒന്ന് റിവൈസ് ചെയ്യാം. ഡെയിലി ഇത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇത് ഞാൻ ഡെയിലി റിവൈസ് ചെയ്യുക മാത്രമാണ്, എനിക്കിത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് തോന്നൽ വരാം. ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു റിവിഷനിലൂടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 156 കണ്ടു കഴിഞ്ഞാൽ അത് 12 into 13 ആണെന്നും, അല്ലെങ്കിൽ ഒരു 1331 കണ്ടു കഴിഞ്ഞാൽ അത് 11ന്റെ ക്യൂബ് ആണെന്നും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഒരു അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് വരും. ഓക്കെ, സോ ഇത്തരം ടേബിൾസ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ് ഇതൊക്കെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പർ, റോങ് നമ്പർ, ദെൻ ക്വാഡ്രാറ്റിക്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി ചുമരിലൊട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡയറിയിൽ എഴുതിയിട്ട് ഡെയിലി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിലും ഒന്ന് ഇത് റിവൈസ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. സോ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ദെൻ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ്. നമുക്കറിയാം, നമുക്ക് പറയാം, ഇപ്പൊ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 50% ആണ് അല്ലെ? നമ്മുടെ ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ 1/4 എന്ന് പറയുമ്പോൾ 25% ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? അല്ലെങ്കിൽ 7/8 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ്? അറിയില്ല അല്ലെ? അപ്പോ ഇത്തരം ഫ്രാക്ഷൻ ടു പെർസെന്റേജ് അല്ലെങ്കിൽ പെർസെന്റേജ് ടു ഫ്രാക്ഷൻ, ഈ ഒരു കൺവേർഷൻ അതായത് ഞാൻ പറയുന്നത് എല്ലാ കൺവേർഷനും പഠിക്കണം എന്നല്ല, പക്ഷേ ബേസിക് ആയിട്ട് വരുന്ന ഇപ്പൊ 1/1, 1/2, 1/3, 1/4 അങ്ങനെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഡെയിലി ക്വസ്റ്റ്യൻസിൽ വരുന്ന കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവൈസ് ചെയ്ത് പോവുക. ഇതിന്റെ റിവിഷൻ കൂടി നമുക്ക് മുന്നേ പറഞ്ഞ അതേ റിവിഷന്റെ കൂടെ ഈ ഒരു പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൂടി നിങ്ങൾ ഒരു ടേബിൾ ആക്കി എഴുതി വെക്കുക, ഡെയിലി റിവൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോ പറയുകയാണെങ്കിൽ 1/8 12.5% ആണ് അല്ലെ? സോ 3/8 എത്രയാണ്? 1/8 12.5% ആണെങ്കിൽ 3/8 12.5 into 3 അല്ലെ? ആ ഒരു കൺവേർഷന്റെ ഒരു ട്രിക്ക് അല്ലെ, ആ ഒരു മെത്തേഡ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ 1/12% എത്രയാണ്? 8.33. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ 1/12% 8.33 എന്ന് പറയണമെങ്കിൽ നമ്മൾ ഡെയിലി അതെന്ത് ചെയ്യണം? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു കൺവേർഷൻ അറിയുന്നത് ക്വാണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു കൺവേർഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഡെയിലി ഡോസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: സിംപ്ലിഫിക്കേഷൻ ഒരു 30 to 40 questions, അപ്രോക്സിമേഷൻ സെയിം 30 to 40 questions, മിസ്സിംഗ് നമ്പർ, റോങ് നമ്പർ 20 to 30 questions, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓൾസോ 20 to 30 questions. അപ്പോ നിങ്ങൾക്ക് തോന്നാം, ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഇപ്പം ക്ലറിക്കൽ ലെവലിൽ വരുന്ന സിംപ്ലിഫിക്കേഷൻ ഒക്കെ
വളരെ ഈസിയാണ് അല്ലെ? പക്ഷെ ഞാൻ എന്തിനാണ് ഡെയിലി 30 to 40 ക്വസ്റ്റ്യൻസ് സിംപ്ലിഫിക്കേഷനിൽ ചെയ്തതിന്റെ സമയം കളയേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു സംഭവം നിങ്ങളെ മൈൻഡിൽ വരുവാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെന്നല്ല, ഒരു ബേസിക് 10ാം ക്ലാസ് വരെ പഠിച്ച ആർക്ക് വേണമെങ്കിലും ഈ ബാങ്ക് എക്സാമിന് വരുന്ന സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അല്ലെ? വേണ്ട 10ാം ക്ലാസ് വേണ്ട, അതിലും കുറഞ്ഞ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പോലും സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ എത്രയും കുറഞ്ഞ ടൈമിൽ ആക്യുറേറ്റ് ആയിട്ട് എത്രയും ഫാസ്റ്റ് ആയിട്ട് ആർക്ക് ചെയ്യാൻ പറ്റുന്നു, അവർക്കാണ് അവിടെ സെലക്ഷൻ വച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഈ 10 to 15 ക്വസ്റ്റ്യൻസ് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഡെയിലി ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏത് സോഴ്സ് ആയിരിക്കാം, PDF സോഴ്സ് ആയിരിക്കാം, യൂട്യൂബ് സോഴ്സ് ആയിരിക്കാം, എവിടുന്നായിരിക്കാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓൾസോ ക്വാഡ്രാറ്റിക് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലെ? അതായത് ലീനിയർ ആയിട്ട് വരുന്നതുണ്ട്, അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് വരുന്നതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്താല് നിങ്ങൾക്ക് എക്സാമിന് ഒരു ബെഞ്ച് ഓഫ് 5 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സ് ഈ 5 ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. സെയിം കേസിനാണ് മിസ്സിംഗ് ആൻഡ് റോങ് നമ്പർ സീരീസ്. ഈ മിസ്സിംഗ് നമ്പറും റോങ് നമ്പറും ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിലും കാണുന്നുണ്ട്. ഒന്നിക്ക് മിസ്സിംഗ് നമ്പർ 5 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ റോങ് നമ്പർ 5 ക്വസ്റ്റ്യൻ. സോ ഈ 5 ക്വസ്റ്റ്യനിൽ ഒരു 2 or 3 ക്വസ്റ്റ്യൻ എപ്പോഴും ഈസി ആയിരിക്കും, ബാക്കി 2 or 3 ക്വസ്റ്റ്യൻസ് ഓൾവേസ് കുറച്ച് ടഫ് ആയിരിക്കും. സോ അത്തരം റിലേഷൻസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സെന്ററിൽ പോയിട്ട് അവിടെ വരുന്ന റിലേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം, പുതിയ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ, റോങ് നമ്പറിന്റെ കേസിലും മിസ്സിംഗ് നമ്പറിന്റെ കേസിലും ആ ഒരു ഐഡിയ പെട്ടെന്ന് എക്സാം സെന്ററിൽ നിന്നും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അരിത്തമാറ്റിക്. നമ്മള് ഇപ്പം നമ്മൾ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ പറഞ്ഞ പോലെ തന്നെ അരിത്തമാറ്റിക്കിലും ഒരു 10 to 15 ക്വസ്റ്റ്യൻസോളം ബാങ്ക് എക്സാംസിന് അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ 10 to 15 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 10-15 ടോപ്പിക്, അതായത് ഒരു കോൺസെപ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള പോലെ എല്ലാ കോൺസെപ്റ്റിനും ഓരോ ക്വസ്റ്റ്യൻ വീതമാണ് അരിത്തമാറ്റിക് ചോദിച്ചു വരുന്നത്. സോ നിങ്ങൾ ഡെയിലി ഒന്നിക്ക് ഓരോ ടോപ്പിക് എടുത്തിട്ട്, അതായത് ഞാൻ പറയുന്നത് ഇപ്പം റേഷ്യോ പ്രൊപ്പോർഷൻ 10 ക്വസ്റ്റ്യൻ, ഏജ് 10 ക്വസ്റ്റ്യൻ, പെർസെന്റേജ് 10 ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഓരോ ടോപ്പിക് വൈസ് 10 ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ ബാങ്ക് എക്സാമിന്റെ അരിത്മെറ്റിക് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു PDF ഉണ്ടാവാം. അപ്പൊ അത്തരം വീഡിയോ PDF വരുമ്പോൾ നമുക്ക് മിക്സഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ മിക്സഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്പർ ഓഫ് മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ദിവസം എല്ലാ ടോപ്പിക്കിലും 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ചു ടൈം ആവശ്യമുള്ള ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കിനെ 2 ആക്കി ഭാഗിക്കുക. ആദ്യത്തെ ഒരു 5 ടോപ്പിക് ഫസ്റ്റ് ഡേ ചെയ്യുക, നെക്സ്റ്റ് ഒരു 5 ടോപ്പിക് നെക്സ്റ്റ് ഡേ ചെയ്യുക. മിക്സഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്യുക, ബാക്കി 50 ക്വസ്റ്റ്യൻ ഒരു ദിവസം ചെയ്യുക. അങ്ങനെ ഒരു 1 to 2 ഡേ ആകുമ്പോഴേക്കും നിങ്ങൾ എല്ലാ അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസിന്റെയും ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ അരിത്തമാറ്റിക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ്, നിങ്ങൾ ജസ്റ്റ് ബേസ് പഠിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പുതിയ ഐഡിയാസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, അത് പ്രാക്ടീസിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് DIs. നമുക്കറിയാം ഒരു 2-3 സെറ്റ് DIs അല്ലെങ്കിൽ കേസ്ലെറ്റ്സുകൾ നമ്മുടെ പ്രിലിമിനറി എക്സാം ചോദിക്കാറുണ്ട്. സോ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 5 to 7 സെറ്റ്സ് ഓഫ് DIs പ്രാക്ടീസ് ചെയ്യുക. സോ കണ്ടിന്യൂസ് ആയി DI പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് ആദ്യം ഒരു 2 DI പ്രാക്ടീസ് ചെയ്യുക, ദെൻ കുറച്ച് അരിത്തമെറ്റിക് ചെയ്യുക, വീണ്ടും DIയിലേക്ക് വരിക, അങ്ങനെ ഷഫിൾ ചെയ്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ എപ്പോഴും ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ DIs പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ബാർ ഗ്രാഫ്, ഒരു ലൈൻ ഗ്രാഫ്, ഒരു പൈൽ ചാർട്ട്, ഒരു കേസ്ലെറ്റ്, ഇങ്ങനെ ഡിഫറെന്റ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേരിയബിൾസ് ഉള്ളത്, വേരിയബിൾസ് ഇല്ലാത്തത്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DIs സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു ടൈപ്പ് DIs തന്നെ ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DIs
പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ എവിടെ നിന്നൊക്കെ പഠിക്കാം. ഇപ്പൊ നിങ്ങളൊരു പെയ്ഡ് കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എല്ലാ തരത്തിലുള്ള സോഴ്സുകളും കിട്ടും അല്ലെ. അതായത് വീഡിയോ ആയിട്ടും PDF ആയിട്ടും ക്വിസസ് ആയിട്ടും ഒക്കെ കിട്ടും. ഇനി പെയ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് വേണമെങ്കിൽ PDF കോഴ്സസ് ആയിട്ട് ഗൈഡ്ലി PDF-ഉം സ്റ്റഡിഫൈഡ് ചെക്ക് ലിസ്റ്റും ഉണ്ട്. ആശിഷ് അറോറ സാറിന്റെ ടെലഗ്രാം ചാനലിൽ സാറ് ഡെയിലി ചെക്ക് ലിസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഫോളോ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കാര്യം ഇതൊക്കെ എവിടുന്നാണ് ഇതിനൊക്കെ സോഴ്സ് കിട്ടുക എന്നുള്ളതാണ്. സോ നിങ്ങളൊരു പെയ്ഡ് കോഴ്സ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് PDF ആയിട്ടും വീഡിയോ കോഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ക്യൂസസ് ആയിട്ടും ഒക്കെ സോഴ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളൊരു പെയ്ഡ് കോഴ്സ് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ സോഴ്സുകൾ ധാരാളം അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് PDF സോഴ്സ് ആയിട്ട് ഗൈഡ്ലി PDFs ഉണ്ട്. ഗൈഡ്ലി PDFs ഫ്രീ ആയിട്ടല്ല, എനിക്ക് തോന്നുന്നത് അതിലും പെയ്ഡ് PDFs ആണ്. പക്ഷെ നമ്മളൊരു ഒരു ഒരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് PDFs അവൈലബിൾ ആയിരിക്കും. പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും ക്വാണ്ട് സെപ്പറേറ്റ് ആയിട്ട് റീസണിങ് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പിക് വൈസ് ആൻഡ് സോ ഫ്രം വേർഡ് ടു സ്റ്റഡി. അതായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ ഇതിനൊക്കെയുള്ള സോഴ്സ് ഏതാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചില PDF സോഴ്സസ് ഉണ്ട്. അതായത് ഗൈഡ്ലി PDFs ആൻഡ് സ്റ്റഡിഫൈഡ് ചെക്ക് ലിസ്റ്റ്. ആഷിസ് അറോറ സാറിന്റെ ടെലഗ്രാം ചാനലിൽ സാറ് ഡെയിലി ചെക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ക്വാണ്ടിലുള്ള ഡെയിലി ചെക്ക് ലിസ്റ്റ്. ആ ഡെയിലി ചെക്ക് ലിസ്റ്റ് തന്നെ നമുക്ക് ഓരോ PDF ആയിട്ട് ഡെയിലി കിട്ടുന്നതായിരിക്കും. ആ PDF തന്നെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക്, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും DIs എല്ലാ കാര്യങ്ങളും അതില് ഉണ്ട്. അപ്പൊ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഗൈഡ്ലി PDFs ഉണ്ട്. ഈ ഗൈഡ്ലി PDFs എടുക്കുവാണെങ്കിൽ അതില് ടോപ്പിക് വൈസ് ആയിട്ടുള്ള PDF ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ സെക്ഷൻ വൈസ് ഉണ്ട്, എക്സാം വൈസ് ഉണ്ട്. അങ്ങനെ ഒരു ധാരാളം PDFs ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ്. സോ ഗൈഡ്ലി PDF തന്നെ മോർ ദാൻ ഇനഫ് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഫ്രീ സോഴ്സ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ കൗശിക് സാർ, ആഷിഷ് സാർ, ഇങ്ങനെ കുറച്ച് ടീച്ചേഴ്സിന്റെ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പൊ ഇത്തരം ആൾക്കാരുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ക്യൂസസ് അഡ, ടെക്സ്റ്റ് ബുക്ക്, സ്മാർട്ട് കീഡ, ഇങ്ങനെ പ്രാക്ടീസ് മോക്ക്, ഇങ്ങനെ എല്ലാ ആപ്പുകളിലും ക്വിസസ് അവൈലബിൾ ആണ്. സോ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അഡ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം. കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും സ്മാർട്ട് കീഡ, പ്രാക്ടീസ് മോക്ക് തുടങ്ങിയ ആപ്പുകളിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും, ഈസി ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, സോ നിങ്ങള് സോ എനിക്ക് പറയാനുള്ളത് ഡെയിലി പ്രാക്ടീസ്. എനിക്ക് ക്വാണ്ട് വീക്ക് ആണ്, അല്ലെങ്കിൽ എനിക്കിത് എന്താണ് ചെയ്യേണ്ടത്. പല സ്റ്റുഡൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ക്വാണ്ട് ഒട്ടും പറ്റുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് ബേസ് ഒക്കെ അറിയാവുന്നതാണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുറേ ഒരു കൺസേൺസ് പല സ്റ്റുഡൻസ് ഒന്നും കേൾക്കുന്നുണ്ട്. അപ്പോ അവരോട് ആകെ പറയാനുള്ളത് യു മസ്റ്റ് പ്രാക്ടീസ് ഡെയിലി. ഓക്കെ, ഡെയിലി ബേസിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ക്വാണ്ട് ഇങ്ങോട്ട് വരും. സോ ഇവിടെ പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്വാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് റിക്വയർഡ് ടൈമിന്റെ ഉള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നില്ല, എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറെ കൺസേൺസ് പറയുന്ന സ്റ്റുഡൻസിനോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഓരോരോ ടോപ്പിക് വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്ഷൻ വൈസ് ആയിക്കോട്ടെ, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. സോ ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്നതിലും മുകളിലുള്ള സ്കോർ നിങ്ങൾക്ക് ക്വാണ്ടിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, സോ ഈ പറയുന്ന പോലെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ഡെയിലി ഓരോ ടോപ്പിക്കിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. സോ അതിലൂടെ തന്നെ, ഈ പ്രാക്ടീസിലൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിലും ക്വാണ്ട് വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയില്ല. സോ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് വർക്ക് ഹാർഡ്, ഡു വെൽ, ആൻഡ്
Till then, thank you.